ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാരങ്ങ വെച്ചിട്ട് തന്നെ സച്ചിയും രേവതിയും കൂടിയിട്ട് അവരുടെ സ്വർണം എടുത്തത് ചന്ദ്രമതിയും സുധിയും കൂടിയിട്ടാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തെളിയുന്നുണ്ട് കേട്ടോ. അതിനെതിരെ നമ്മുടെ രവിയാണെങ്കിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാതെ നമ്മുടെ സുധീനെയാണെങ്കിൽ രവി എടുത്തിട്ടടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ അതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ അതും കൂടി ഒന്ന് പോയി കാണണം കേട്ടോ. അതിനുശേഷം രവിയാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിനെ അങ്ങ് വലിച്ച് കീറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും പിന്നീട് എല്ലാവരുടെയും മുമ്പിൽ, കാരണം രേവതിയുടെ മുമ്പിൽ പോലും തല കുനിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ. അതാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഏറ്റവും കൂടുതൽ നാണക്കേടായിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് പോയിട്ട് ഡോർ അങ്ങ് ക്ലോസ് ചെയ്യാണ് കേട്ടോ, റൂമിൽ കയറിയിട്ട്. എന്നാൽ എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട്. രവിക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു കൂസലും തോന്നുന്നില്ല കേട്ടോ. രവി അവിടെ പോയി ഭയങ്കര ദേഷ്യത്തിൽ അവിടെ പോയി അങ്ങനെ ഒരേ ഇരിപ്പങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വന്ന് മാറി മാറി വന്ന് പറയുന്നുണ്ട്. ശ്രീകാന്തും ശ്രുതിയും സച്ചിയൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഒന്ന് പോയി ആ ഡോറൊന്ന് മുട്ടി വിളിക്കുക, അച്ഛൻ വിളിച്ച് ഉറപ്പായിട്ടും അമ്മ തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ചന്ദ്രമതി റൂമിൽ കയറിയിട്ട് എന്തെങ്കിലും കാണിക്കുവോ, ജീവന് വല്ല അപകടം സംഭവിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ കാരണമാണ് ഇതിപ്പോ എല്ലാം ഉണ്ടായത്. ആന്റി നിനക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നീ ഒറ്റ ഒരുത്തനാണ് കാരണം. പോയി മര്യാദയ്ക്ക് ആന്റിയെ വിളിക്കുന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ സുധിയും ശ്രീകാന്തും എല്ലാം മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഡോറ് തുറക്കുന്നില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ശ്രീകാന്ത് വന്നിട്ട് അച്ഛൻ ഒന്ന് വിളിക്കച്ചാന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ശ്രീകാന്തിനെ ഒരു നോട്ടം നോക്കുമ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ശ്രുതിയും വന്ന് പറയുന്നുണ്ട്, അങ്കിൾ ഒന്ന് വിളിക്കുന്നു. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ലാസ്റ്റായിട്ട് സുധി ഇങ്ങനെ വന്നിട്ട് അച്ഛനെ എന്നോട് ക്ഷമിക്കച്ച, അമ്മേനെ ഒന്ന് വിളിക്കുക, എന്തായാലും അമ്മ എന്തെങ്കിലും ചെയ്യൂ അച്ഛന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും സുധീനെ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ. ഇതോടെ കാണുമ്പോഴത്തേക്കിന് എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. കാരണം നമ്മുടെ രവി ഇത്രയധികം റിയാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആരും കണ്ടിട്ടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വർഷയാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരുടെ എല്ലാം ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് വർഷ പോയി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളെല്ലാം ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? ആന്റി ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ റൂമിൽ കയറി ഡോർ അടച്ചിട്ടുള്ളത്. ആന്റി വിശക്കുമ്പോൾ തന്നെ ഇറങ്ങി വന്നോളൂ എന്ന് പറയണേ. ഇതേക്കുമ്പോൾ ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നുണ്ട് വർഷയോട്. പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയണേ. എന്നിട്ട് വീണ്ടും പോയിട്ട് രവിയോട് പറയുന്നുണ്ടെങ്കിലും രവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്കും ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട്, സച്ചിയേട്ടനൊന്ന് പോയി വിളിക്ക്, സച്ചിയേട്ടൻ വിളിച്ച ഡോറ് തുറക്കുമെന്ന് പറയണേ. എന്താ രേവതി പറയുന്നത്? ഇവരെല്ലാം പോയി വിളിച്ചിട്ട് അമ്മ വാതില് തുറക്കുന്നില്ല, പിന്നെ ഞാൻ പോയി വിളിച്ചാല് വാതില് തുറക്കുമെന്നാണോ? നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഇവര് ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണ്, ദേഷ്യം കുറയുമ്പോഴേ തന്നെ ഇങ്ങിറങ്ങി വന്നോളൂ എന്ന് സച്ചിയും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ രേവതി വീണ്ടും നിർബന്ധിക്കുന്നു, അച്ഛനോടൊന്ന് പറ സച്ചിയേട്ടാ, അച്ഛൻ പോയി വിളിച്ച അമ്മ വാതില് തുറക്കാതിരിക്കില്ല എന്ന് പറയണേ. അങ്ങനെ രേവതി നിർബന്ധിക്കുമ്പോൾ സച്ചിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി പോയിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛാന്നിങ്ങനെ വിളിക്കുകയാണ്. ഒന്ന് വിളിക്കച്ചാന്ന് പറയണേ. അപ്പൊ രവി പറയുന്നുണ്ട്, നീ എന്റെ അടുത്തല്ലേ നിൽക്കുന്നത്, പിന്നെ നിന്നെ എന്തിനാ ഞാൻ ഇനിയും വിളിക്കുന്നത്? എന്നെയല്ല അമ്മേനെ ഒന്ന് വിളിക്കുന്നു പറയാനേ. സച്ചി നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ പോയി വിളിച്ച് സംസാരിക്കുന്നു പറയാനേ. അല്ല എനിക്ക് സംസാരിക്കാനല്ല, അച്ഛൻ ഇത്രയും നേരമായിട്ട് ഡോറ് തുറക്കുന്നില്ലല്ലോ, അച്ഛനൊന്ന് വിളിച്ചാൽ തുറക്കുമെന്ന് പറയാനേ. ഇപ്പോഴേക്ക് രവിക്കാണെങ്കിൽ നല്ല ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ദേഷ്യങ്ങളൊക്കെ അതങ്ങ് മാറും, എന്നാ റൂം അടച്ചിട്ട് കുറെ നേരമായല്ലോ, അച്ഛനൊന്ന് വിളിച്ച് ഉറപ്പായിട്ടും അമ്മ വാതിൽ തുറക്കുമെന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത്രയും അവളെ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ നാണം കിട്ടിയിട്ട് അവളെ വീണ്ടും പോയി വിളിക്കണമെന്ന് ചോദിക്കണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇതിപ്പോ അഭിമാനത്തിന്റെ ഒന്നും കാര്യമല്ലല്ലോ, അമ്മയല്ലേന്ന് ചോദിക്കണേ. അത് നിനക്കാണ് സച്ചി എന്ന് പറയുമ്പോൾ അതെ എനിക്കാണ്, എന്നാലും അച്ഛൻ എപ്പോഴും പറയാറില്ലേ ഇങ്ങനെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുത്, നമ്മൾ ആലോചിച്ചും കണ്ടും ഒക്കെ വേണമെന്ന് പറ. അതെ നീ പറഞ്ഞത്
ശരിയാണ്, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇങ്ങനെ താന്നു കൊടുത്താണ് അവളിപ്പോ എന്റെ തലയിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും സജി, എനിക്ക് ഈ കാര്യത്തില് മാപ്പില്ല. പിന്നെ നിങ്ങൾ എന്താണ് ഈ ന്യായീകരിക്കുന്നത്? നിങ്ങളോട് ഇത്രയൊക്കെ ചെയ്തിട്ടും, അതും രേവതിയുടെ വീട്ടുകാരെ അവള് നാണം കെടുത്തി, പോരാഞ്ഞിട്ട് എൻ്റെ അമ്മയാണ് അവൾ അപമാനിച്ചത്. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇനിയും പോയി വിളിക്കണമെന്നാണോ? നിങ്ങൾക്കും നാണം ഇല്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് മക്കള് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കള് അവര് തെറ്റ് ചെയ്താൽ ക്ഷമിക്കണമെന്നും, എന്നാൽ മാതാപിതാക്കള് പ്രായമാകുമ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മക്കള് ക്ഷമിക്കണമെന്നുമാണ്. അതുകൊണ്ടല്ലേ അച്ഛൻ ഒന്ന് വായിച്ചാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ പ്രാവശ്യം നിർബന്ധിച്ച് കഴിയുമ്പോൾ രവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രവി പറയുന്നുണ്ട്, ദേ സച്ചി, ഇത് ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിനകത്ത് ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞ് രവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. ഈ ഒറ്റ ഡയലോഗില് പിന്നീട് ആർക്കും ഒന്നും മിണ്ടാൻ വയ്യല്ലോ. ഈ സമയം നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഡോറിൽ മുട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. അമ്മ ഒന്ന് വാതിൽ തുറക്ക്, ഇത് ഞാൻ ചെയ്ത തെറ്റാ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു കുലുക്കമില്ല കേട്ടോ. അങ്ങനെ സച്ചിൻ രേവതിയാണെങ്കിൽ നമ്മുടെ രവിയൊക്കെ നിർബന്ധിച്ച് ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോൾ അവരവിടെ നിന്നിങ്ങനെ തിരിച്ചു പോയി നിന്ന് നോക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ ആരുമില്ല. അവരെല്ലാം റൂമിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം രവിയാണെങ്കിൽ ഒരു തരത്തിൽ കേൾക്കുന്നില്ല, ചന്ദ്രയാണെങ്കിൽ വാതിലും തുറക്കുന്നില്ല. എന്നാൽ നമ്മുടെ ശ്രുതിയും ബാക്കിയുള്ളവരെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി പോയിട്ടുണ്ടാവും. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്നാലും എന്താ ഇങ്ങനെ? സാധാരണയായിട്ട് സച്ചിയേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അംഗീകരിക്കാറുള്ളതല്ലേ, എന്നിട്ടിപ്പോ സച്ചിയേട്ടൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പറയണേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അത് രേവതി, അമ്മ ചെയ്തു വെച്ച കാര്യങ്ങൾ അത്രയ്ക്കല്ലേ, ഇതിപ്പോ സാധാരണയായിട്ടുള്ള നിസ്സാര കാര്യങ്ങളല്ല. അമ്മയൊരു തെറ്റ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് അച്ഛനോട് ഏറ്റു പറഞ്ഞിരുന്നെങ്കിലും അച്ഛനത് ക്ഷമിച്ചേനെ. എന്നാ അമ്മ ഇപ്പോൾ ആ ഓടിപ്പോയവന് വേണ്ടിയിട്ട് ഇത്രയെല്ലാം ചെയ്തു കൂട്ടിയിട്ടും അമ്മ ആ തെറ്റ് ചെയ്തത് തെറ്റാണെന്ന് പോലും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അച്ഛന് ഇത്രയും ദേഷ്യം വരുന്നത്. അച്ഛനോട് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചെങ്കിലും അത് രേവതിയുടെ വീട്ടുകാരെയും അച്ഛമ്മേനെയും ഏറ്റവും കൂടുതൽ അമ്മ അപമാനിക്കാനല്ലേ ശ്രമിച്ചത്. ഇതൊക്കെയാണ് അച്ഛന് ഒരിക്കലും ഇത് മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല. അമ്മ എന്നാണോ അമ്മയുടെ തെറ്റ് തിരുത്തി അമ്മ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നത്, അന്നായിരിക്കും ഇതിനൊരു അവസാനം ഉണ്ടാവുന്നതെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എന്തായാലും ഇതിങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അച്ഛൻ എന്തായാലും വിളിക്കാൻ പോകുന്നില്ല. എന്നാ ഇത്രയും നേരമൊക്കെ റൂം അടച്ചിരിക്കുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ സച്ചിയേട്ടാ? രേവതി, നീ ടെൻഷനൊന്നും അടിക്കണ്ട. കുറച്ച് എല്ലാവരുടെയും മുമ്പിൽ ഇത്രയും നാണം കെട്ടതിൻ്റെ ഒരു ചമ്മലാണ് അവർക്ക്. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ റൂം തുറന്ന് വന്നോളൂ എന്ന് പറയണേ. എന്നാലും രേവതിക്കൊരു സമാധാനമില്ല. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അങ്ങനെ നമ്മൾ കാത്തിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? സച്ചിയേട്ടന് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ അമ്മ വാതിൽ തുറപ്പിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ, എന്താ രേവതി, എനിക്കൊന്നും തോന്നില്ല, എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ടേ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അത് സച്ചിയേട്ടാ അച്ഛമ്മയോട് വിളിച്ച് പറഞ്ഞാലോ? അച്ഛമ്മ വിളിച്ച് അച്ഛനോട് പറഞ്ഞ അച്ഛൻ എന്തായാലും അനുസരിക്കും. അത് രേവതി, അച്ഛമ്മയോട് ഈ കാര്യങ്ങൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ സ്വർണം എടുത്ത കാര്യങ്ങളും ഇവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛമ്മയോട് തുറന്നു പറയേണ്ടി വരും. എന്നാ നീ തന്നെയല്ലേ പറഞ്ഞത് അച്ഛമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്ന്? അത് ശരിയാണ് സച്ചിയേട്ടാ. എന്തായാലും സ്വർണം എടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അച്ഛമ്മ ഇപ്പോൾ ഒരുപാട് വിഷമിക്കും. അച്ഛമ്മ ഇപ്പോൾ മനസ്സ് നിറയെ സന്തോഷം കൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. അതിലേക്കിപ്പോൾ ഇതും കൂടി എടുത്തിടണ്ടെന്ന് പറയണേ. പിന്നെ വേറെ എന്താ ഒരു വഴിയെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ വേറൊരാൾ വിളിച്ചാൽ അമ്മ എന്തായാലും വാതിൽ തുറക്കും. അതാരാ രേവതി? അതെ, ഞാൻ അയാളെ ഇപ്പൊ വിളിച്ചു വരുത്താം, അപ്പൊ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് രേവതി ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യുന്നുണ്ട്. രേവതിയാണെങ്കിൽ കോൾ ചെയ്യുന്നത് പാമേനെയാണ് കേട്ടോ. അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്നത് നല്ല രാത്രിയിലാണല്ലോ ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. രാവിലെ എല്ലാവരും ഉറക്കെഴുന്നേറ്റ് വരുമ്പോഴും ചന്ദ്രമതി ഡോറ് തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് വീണ്ടും രാവിലെ വന്നിട്ട് അമ്മ ഇതുവരെ ഡോറ് തുറന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭയങ്കര തട്ടും മുട്ടുവാണ് കേട്ടോ. അമ്മേ, ഞാനാണ് തെറ്റ് ചെയ്തത്, തുറക്കമ്മേ പ്ലീസ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടുന്ന് ഒരു റിയാക്ഷനും ഉണ്ടാവുന്നില്ല. അങ്ങനെ സച്ചി രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചി പറയുന്നുണ്ട്,
ഇതെന്താ രവതി, ഇവരൊരു റെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും വിളിക്കുകയാണോ എന്ന് ചോദിക്കാനേ. അങ്ങനെ ശ്രുതിയും ശ്രുതിയൊക്കെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നാണല്ലോ. അങ്ങനെ വിളിക്കുമ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്. എന്താടാ, എന്തിനെങ്ങനെ കിടന്ന് തട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ശ്രുതി സച്ചിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം, അവൻ്റെ ഒരു നാരങ്ങയും എന്നൊക്കെ പറഞ്ഞിട്ട് നീ കാരണമാണ് അമ്മ ഇപ്പൊ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. ഞങ്ങളുടെ സ്വർണം എടുത്തോണ്ട് പോയി മോഷ്ടിച്ച് വിറ്റതും പോരാ, ഇപ്പൊ നീ വന്ന് ന്യായീകരിക്കുന്നു. അപ്പൊ തന്നെ നിന്റെ കൈ ഞാൻ തല്ലിയൊടിക്കുകയായിരുന്നു വേണ്ടത്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പൊ നിന്റെ നാക്കിന് നീളം കൂടുതൽ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, പിന്നെ നിന്റെ വലിയ സ്വർണം 100 പവനല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എടാ ഓടിപ്പോയവനെ, നാണമില്ലാത്തവനെ, നീ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കും, എന്നാ 100 അല്ല 1 പവനാണെങ്കിലും അതെ എൻ്റെ അച്ഛമ്മയും എൻ്റെ അമ്മായിയമ്മയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അല്ലാതെ നിന്നെ പോലെ മോഷ്ടിച്ചുണ്ടാക്കിയതല്ല. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അതേടാ നീ ഇങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ, നിനക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, പിന്നെ നിന്റെ കൾച്ചർ അത് തന്നെയാണ്. നീ ഇങ്ങനെ സംസാരിച്ചാണ് ഇപ്പോ അമ്മ പുറത്തു പോലും ഇറങ്ങാതെ റൂമിനകത്ത് തന്നെ അടച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി സച്ചിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞത്? നീ എല്ലാം ചെയ്തു വെച്ചിട്ട് പ്രശ്നങ്ങൾ മൊത്തം എൻ്റെ മേലിൽ ഇടുവാണോന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ലേലും നിനക്കൊരു പ്രശ്നമില്ലല്ലോ, എൻ്റെ അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിലല്ലേ. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ദേ ഇനി നിനക്കല്ലേലും അമ്മയോട് സ്നേഹമൊന്നും ഇല്ലല്ലോ, അമ്മയോട് സ്നേഹമുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചിയും അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനിടയ്ക്ക് സച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അടിക്കാനായിട്ടൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിനെ. അങ്ങനെ ശ്രുതിയും രേവതിയും കൂടിയിട്ട് പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ രവി അവിടെ കിടപ്പുണ്ട് കേട്ടോ. രവി അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ സമയം വർഷയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വർഷയാണെങ്കിൽ രവിനെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് വന്ന് പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എല്ലാത്തിനും കാരണം ഈ സച്ചി ഒറ്റ ഒരുത്തനാ. നീ കണ്ടില്ലേ ശ്രീകാന്തെ, അമ്മ ഇന്നലെ രാത്രിയിൽ അകത്ത് കയറി ഡോർ അടച്ചതാണ്, ഇതുവരെ ഡോറ് തുറക്കുന്നുമില്ല. ഇതിനെല്ലാം കാരണം ഇവൻ ഒറ്റ എഴുത്തനാന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചി ഇങ്ങനെ കുറ്റം പറയാണ് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, കണ്ടോ ശ്രീകാന്തെ, ഇവനെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഇവനിപ്പോ എല്ലാം കൂട്ടിയിട്ട് എൻ്റെ തലയിലിടുകയാണ്. ശ്രീകാന്ത് അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് നിർത്തുന്നുണ്ടോ? ആദ്യം അമ്മയെ പുറത്തു കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്നാണ് ചിന്തിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് അടി കൂട്ടിയിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴും വർഷയിടയിൽ കയറി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എല്ലാവരും ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? ആന്റി ഉറക്കമുണ്ടെന്ന് കഴിയുമ്പോൾ ഇറങ്ങി പുറത്തു വരുമല്ലോ എന്ന് പറയാനേ. അപ്പോഴേക്ക് ദേഷ്യപ്പെട്ട് ശ്രീകാന്ത്, പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയാനേ. അതിനുശേഷം വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, ഇവനല്ലേലും ഒരു പ്രശ്നവും അമ്മ അകത്തായാലെന്താ പുറത്തായാലെന്താ, അവൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളയാനല്ലേ ശ്രമിക്കൂ, അവൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ വീണ്ടും സച്ചി ഇങ്ങനെ കുത്തി പറയാണേ. ഈ സമയം ശ്രുതിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി നോക്ക്, ശ്രുതി പറയുന്നതിനകത്ത് എന്താണ് തെറ്റുള്ളത്? ഈ സച്ചിക്ക് എങ്ങനെയെങ്കിലും അമ്മയെ പുറത്തു കൊണ്ടുവരണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനും ശ്രുതിയും എത്ര നേരം കൊണ്ട് ആന്റിയുടെ ഡോറ് മുട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളെ പോലെ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയല്ല സച്ചിയേട്ടൻ ചെയ്യുന്നത്. സച്ചിയേട്ടൻ അമ്മയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ഭാമ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഭാമയാണെങ്കിൽ രവിയേട്ടാന്ന് വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. ഭാമയോ? എന്താ ഭാമേ ഇത്ര രാവിലെ തന്നെ? അത് രവിയേട്ടാ, ചന്ദ്ര റൂമിൽ കയറിയിട്ട് വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി വിഷമിച്ച് വിളിച്ചു, അതുകൊണ്ടാ ഞാൻ വന്നേന്ന് പറയണേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, കണ്ടോ ശ്രുതി,
നീ ചോദിച്ചില്ലേ സച്ചിയേട്ടന് എന്താ ചെയ്യാന്ന്? എല്ലാവരെയും കയ്യിലും കൂടുതൽ നന്നായിട്ട് അമ്മയെക്കുറിച്ച് അറിയാവുന്നത് സച്ചിയേട്ടനാണ്. ആര് വിളിച്ചാലാണ് വാതിൽ തുറക്കുക എന്നും സച്ചിയേട്ടന് അറിയാവുന്നതുകൊണ്ടാണ് ഭാമ ആൻറ്റിയെ വിളിച്ച് സച്ചിയേട്ടൻ വരുത്തിയത്. ഭാമ ആൻറ്റിക്കാവുമ്പോൾ അമ്മയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. ഭാമയാൻറ്റി വിളിച്ചാൽ കഥക് തുറക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിക്കിട്ട് നന്നായിട്ടൊന്ന് രേവതി തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭാമ അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുവരെയും ഈ സംസാരങ്ങൾ ഇനിയും നിർത്താറായില്ലേന്നേ? അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇവൻ കാരണമാണ് എല്ലാ പ്രശ്നമെന്നേ. സച്ചിയും പറയുന്നുണ്ട് ഇവൻ കാരണമാണെന്നേ. എന്നാൽ ഭാമ പറയുന്നുണ്ട് സച്ചി എന്നോട് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്നേ. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഭാമേ നിനക്കും എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നോ? ഭാമ അപ്പൊ പറയുന്നുണ്ട് രവിയേട്ടാ എന്നോട് ക്ഷമിക്കണം, സച്ചി എന്നോട് ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാ ചന്ദ്ര എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്നാ ചന്ദ്ര ചെയ്തത് ചന്ദ്രയുടെ മകന് വേണ്ടിയിട്ടല്ലേ? അത് ഓർത്തിട്ടെങ്കിലും രവിയേട്ടന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാലും രവിയേട്ടന് ഒറ്റയടിക്ക് ഇനി ഒരിക്കലും മിണ്ടില്ല എന്നൊക്കെ തീർത്ത് പറയണ്ടായിരുന്നു. രവിയേട്ടനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ചന്ദ്രയ്ക്ക് എന്നും ഉണ്ടെന്ന് പറയാണേ. അതെന്തായാലും ഞാനിപ്പോൾ എല്ലാം തീർത്ത് കണ്ടു എന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ഭാമ അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. എന്തായാലും രവിയേട്ട ഒന്ന് വിളിക്കെന്ന് പറയുമ്പോൾ എന്തായാലും അത് നടക്കില്ല ഭാമേ, ഞാൻ എന്തായാലും ഇനി പോയി അവളെ വിളിക്കില്ല എന്ന് രവി തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതി വന്നിട്ട് പറയുന്നുണ്ട് ഭാമയാൻറ്റി ഒന്ന് പോയിട്ട് അമ്മയെ വിളിക്കുന്നേ. ശ്രുതിയും അപ്പോൾ പറയുന്നുണ്ട് ഭാമയാൻറ്റി വിളിച്ച എന്തായാലും അമ്മ വാതിൽ തുറക്കും, വിളിക്കുക ആൻറ്റി എന്ന് പറയണേ. അങ്ങനെ ഭാമ പോയിട്ട് ഡോറ് തട്ടുന്നുണ്ട്. ചന്ദ്രേ നീ വാതിൽ തുറക്ക്, എന്തെങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? നീ ഒരു തെറ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞതിനകത്തും തെറ്റൊന്നുമില്ല. രവിയേട്ടൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ലേ. നീ ഒന്ന് വാതിൽ തുറക്ക്, നമുക്ക് പ്രശ്നം പരിഹരിക്കാന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അകത്തുനിന്ന് റിയാക്ഷൻ ഒന്നും ഇല്ല. ഈ സമയം എല്ലാവർക്കും ഒന്നുകൂടെ ടെൻഷൻ ആവുകയാണേ. അകത്തുനിന്ന് അനക്കൊന്നും ഇല്ലല്ലോ ആൻറ്റി. ശ്രുതി അപ്പൊ പറയുന്നുണ്ട് കണ്ടോ ഭാമയാൻറ്റി വിളിച്ചിട്ട് പോലും വാതിൽ തുറക്കുന്നില്ലല്ലോ അമ്മ എന്തെങ്കിലും ചെയ്ത് കാണും ഉറപ്പാ. ശ്രീകാന്തെ വാ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് വാതിൽ ചവിട്ടി പൊളിക്കാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോയിട്ട് ഡോറിനൊക്കെ ഇങ്ങനെ തള്ളുകയും ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രുതിയുടെ കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി കളിയാക്കുന്നുണ്ടല്ലോ, പിന്നെ നീ എന്ന് വെച്ചാൽ ആരാ, അങ്ങോട്ട് മാറി നിൽക്കലാന്ന് പറയുകയാണേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക ശ്രുതി, അങ്ങനെയൊന്നും ചന്ദ്ര ചെയ്യില്ല. ചന്ദ്രേ വാതിൽ തുറക്ക്. ചന്ദ്രേ നീ പുറത്തേക്ക് വരണ്ട, ഞാൻ അകത്തേക്കൊന്ന് വന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തട്ടുമ്പോഴേക്കും ചന്ദ്ര പെട്ടെന്ന് തന്നെ ലോക്ക് എടുത്തിട്ട് ഭാമനെ ഇങ്ങനെ അകത്തേക്ക് അങ്ങ് വലിച്ച് കയറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ഡോർ വീണ്ടും ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വർഷ വയ്ക്കുന്നുണ്ട് അതെന്താ ആൻറ്റി അങ്ങനെ ഭാമേൻ്റെ അകത്തേക്ക് വലിച്ചെടുത്തതെന്ന് പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അല്പം സമാധാനത്തോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറെ നേരമായിട്ടും വാതില് തുറക്കാതിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ വർഷ പറയുന്നുണ്ട് ആൻറ്റിക്ക് എന്തായാലും ഒന്നും സംഭവിച്ചില്ലെന്ന് മനസ്സിലായല്ലോ. എങ്കിൽ പിന്നെ ഞാനേ രാത്രി ഉറക്കം ശരിയായില്ല, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് വർഷ വീണ്ടും ഉറങ്ങാനായിട്ട് പോകുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് അവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ എന്തായിരിക്കും അവർ വാതിൽ തുറക്കാത്തത്? എന്താ രേവതി, എല്ലാവരെയും ഫേസ് ചെയ്യാൻ അവർക്ക് നല്ല മടിയുണ്ടാവും. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭാമയാൻറ്റി വന്ന് വിളിച്ച അവര് വാതിൽ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നടന്നില്ലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും സച്ചി പറയുന്നുണ്ട് എന്തായാലും അവരിപ്പോ ഡോറ് തുറന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെയാ ഇവിടെ സംഭവിക്കാന്നുള്ളത് അറിയില്ലല്ലോ. അച്ഛൻ എന്തായാലും മിണ്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക സച്ചിയേട്ടാന്നൊക്കെ ചോദിച്ച് രേവതിയും സച്ചിയും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഭാമയാണെങ്കിൽ കുറേ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭാമ പറയുന്നുണ്ട് ചന്ദ്രേ നീ എന്തായാലും പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കാണ്. ശരി ഞാൻ ഇറങ്ങട്ടെ കൈതാന്ന് പറഞ്ഞിട്ട് ഷെയ്ഖാൻ്റെ കൊടുക്കുന്ന പോലെ ഭാമ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോർ ഇങ്ങനെ തുറന്നിട്ടേക്കുവാണല്ലോ. ആ പിടിക്കുന്ന കൈ വലിച്ച് ഭാമ ശക്തിയോട് കൂടിയിട്ട് ചന്ദ്രമതിനെ റൂമിന് പുറത്തേക്ക് അങ്ങ് വലിച്ചിടുകയാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ വർഷയ്ക്ക് അങ്ങ് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തെ എന്തായാലും എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് സംഭവിക്കാൻ പോകുന്നല്ലോ,
എന്താ നിനക്ക് ഉറക്കം വരുന്നെന്നല്ലേ പറഞ്ഞ്, നീ പോയി കിടന്നുറങ്ങ്. ഇല്ലില്ല, ഞാനിവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് കാണണമെന്ന് പറഞ്ഞ് വർഷ ഭയങ്കര ഉഷാറിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭാമയാണെങ്കിൽ ചന്ദ്രമതിയെ വലിച്ച് പുറത്ത് നിർത്തിയേക്കുവാണല്ലോ. ഭാമയാണല്ലോ വലിച്ചു പുറത്തിട്ടത്. അതിനും ഭാമേനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓടി ചെന്നിട്ട് അമ്മ എന്താ അമ്മേ വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതിയെ പിടിച്ച് ഒരു തള്ളുകയാണ് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട്. അങ്ങനെ ശ്രുതി വീഴാൻ പോകുമ്പോഴേക്കും ശ്രുതി കയറി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വീണ്ടും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ പോയിട്ട് രവിയേട്ടനോട് സംസാരിക്കുന്നേ, അവരല്ലേ എന്നോട് ഒരിക്കലും മിണ്ടില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ ഭാമയാണെങ്കിൽ ചന്ദ്രമതിനെ വലിച്ചുകൊണ്ട് പോയിട്ട് രവിയുടെ അടുത്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ ഭാമ പറയുന്നുണ്ട്, രവിയേട്ടാ എന്തായാലും ചന്ദ്ര ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ മിണ്ടാതിരിക്കല്ലേ. ശ്രുതിയോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇതൊക്കെ ചന്ദ്ര ചെയ്ത് ചന്ദ്ര ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ പെട്ടുപോയിരിക്കുന്നതെന്ന്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി അപ്പൊ പറയുന്നുണ്ട്, ഭാമേന്റി അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ദേ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, അവന് ഇപ്പോ സെൻട്രൽ ജയിലിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് എണ്ണം അറിയില്ല. എന്നാൽ അവര് ചെയ്യുന്ന അത്രയും പേര് ചെയ്യുന്ന തെറ്റുകളും ഇവൻ ഈ ഒറ്റ ഒരുത്തനുണ്ടല്ലോ അവൻ ചെയ്തു കൂട്ടും. അത്രയ്ക്കും വലിയ ക്രിമിനലാണ് ഇവൻ. അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടാണ് ഇവരും ഇപ്പോ ആ ക്രിമിനൽ ലിസ്റ്റിൽ പെട്ട് നിൽക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, സജി നീ ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? എന്താ പൗഡർ ഏട്ടത്തി, ഞാൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളത്? അന്ന് നിങ്ങൾ വലിയതായിട്ട് ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ശ്രുതിയാണെങ്കിൽ പറ്റിക്കപ്പെട്ട് നിൽക്കുകയാണ്, നിങ്ങളുടെ ആരുടെ ഒന്നും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മറുപടിയാ പറയാനുള്ളതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് ശ്രുതിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. എന്താ അബദ്ധം പറ്റിയെന്ന് പൗഡറാട്ടത്തിൽ പറയുന്നത്? നീ എന്താ ശ്രുതി പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതിയുടെ ഒരു മാസ് എൻട്രി ആണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, ആഹാ എന്താ ഇവിടെ ഇരുന്ന് സ്വർണം എടുത്തുകൊണ്ടുപോയി മൂക്കുബണ്ടമാക്കി തിരിച്ചു കൊണ്ടുവച്ചതും പോരാഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ മോശക്കാരിയാക്കി അല്ലേ? നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വർണം ഞാൻ തന്നെ എടുത്ത് തന്നേനേലോ. അതിപ്പോ അതും മറച്ചു വെച്ചിട്ട് എന്നെയും എൻ്റെ വീട്ടുകാരെ എല്ലാം മോശക്കാരാക്കിയിട്ടാണോ നിങ്ങൾ? അതാണോ തെറ്റുപറ്റിപ്പോയത്, അറിയാതെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ഒക്കെ അങ്ങ് തല കുനിച്ചു പോവാണേ. ഈ സമയം വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി പറയുന്നത് എന്തായാലും കറക്റ്റാണ്. എന്നാൽ രേവതി ചേച്ചിയുടെ സ്വർണം എടുത്തോണ്ട് പോയിട്ട് മുക്കുബണ്ടമാക്കിയത് അവരാണെങ്കിലും അതിനെല്ലാം കൂട്ടുനിന്നിട്ട് രേവതി ചേച്ചിയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞത് ഈ നിൽക്കുന്ന ആന്റിയാണ്. അപ്പോൾ അവരെ കയ്യിലും കുറ്റം ചെയ്തത് ആന്റി തന്നെയാന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രീകാന്ത് ഇങ്ങനെ പോയിട്ട് വർഷയെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ നീ ഒന്നും മിണ്ടാതിരുന്നേ, അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ വിഷയമല്ലേ, നീ ഇപ്പൊ പിന്നെ എന്തിനാ അതെടുത്തിരുന്നത്? അതല്ല ശ്രീകാന്തേ, എന്നാലും അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. ഈ സമയം ഭാമ പറയുന്നുണ്ട്, പിള്ളേരെ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. രവിയേട്ടാ എന്തായാലും ചന്ദ്ര ചെയ്തത് തെറ്റാണ്, ചന്ദ്രയോട് മാപ്പ് കൊടുത്തിട്ട് ചന്ദ്രയോട് സംസാരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ ഈ പിള്ളേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ഭാമേന്റി ആദ്യം ഇവരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കാൻ പറയുന്നേ. അങ്ങനെ ഭാമ പോയിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ രവിയേട്ടൻ്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കുന്നേ. ഇത് പറയുമ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ തറപ്പിച്ച് ഭാമേനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ്. അപ്പൊ ഭാമ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്ര എന്തായാലും നീ ചെയ്തത് തെറ്റാണ്, നീ രവിയേട്ടൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോ തൽക്കാലം സോൾവ് ചെയ്യാന്ന് പറയാണ്. എന്നാ ചന്ദ്ര ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഭാമേ എന്തായാലും മാപ്പ് കൊടുക്കാനൊന്നും ഞാൻ ആരുമല്ല, ഇവള് ചെയ്തു കൂട്ടിയതൊക്കെ കാരണം ഈ വീട്ടില് ഞാൻ ആരും അല്ലാതായി, എനിക്ക് ഒരു വിലയും ഇല്ലാതാക്കിയില്ലേ, പിന്നെ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടവരോട് ചോദിക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്ക് എല്ലാവരും പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല രവിയേട്ടൻ പറയുന്നത് ആരുടെ അടുത്ത് മാപ്പ് ചോദിക്കാനാ? ഭാമേ ഞാൻ ഇനി എന്താണ് വിശദീകരിച്ച് പറയേണ്ടത്? ഇവളൊന്നും ഈ പറയുന്ന ഇവളുണ്ടല്ലോ, ഇവളൊരു അമ്മയാണ്. അമ്മയെന്ന് പറഞ്ഞാല്
മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ തെറ്റിതിരുത്തി നേർവഴിക്ക് കൊണ്ടുവരേണ്ട ഒരാളാണ്. എന്നാൽ ഇവള് സ്വന്തം മകൻ ചെയ്ത തെറ്റിന് മുഴുവൻ കൂട്ടുനിൽക്കുകയും അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടീനെ ബലിയാടാക്കി പോരാത്തതിന് അവളുടെ വീട്ടുകാരെയും എൻ്റെ അമ്മയും പോലും അപമാനിച്ചവളാണ് ഈ നിൽക്കുന്നവള്. ഭാമേ, ഇവള് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ല, ഈ നിൽക്കുന്ന രേവതി മോളോട് ചോദിക്കട്ടെ എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ഉറഞ്ഞ് തുള്ളി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് രേവതിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരിയാണ്, അതാണ് കറക്റ്റ് പോയിന്റ്, അച്ഛൻ പറഞ്ഞത് തന്നെയാണ്. അമ്മ ഇപ്പോ മാപ്പ് ചോദിക്കേണ്ടത് രേവതിയുടെ അടുത്താണെന്നേ. അപ്പോ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതെ രേവതി, ഇവര് നിന്റെ സ്വർണം എടുത്തോണ്ട് പോയി മുക്കുബണ്ടമാക്കി തിരിച്ചിവിടെ കൊണ്ടുവച്ചിട്ട് ഇവര് നിന്റെ അമ്മയെയും അനിയനെയും ഒക്കെ കുറിച്ചിട്ട് എന്തോരം മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ അമ്മയാണ് മുക്കുബണ്ടം ആക്കിയത്, അല്ല നിന്റെ അനിയനായിരിക്കും സ്വർണം മോഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇവര് ഉറപ്പായിട്ടും മാപ്പ് ചോദിക്കണമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്കും അങ്ങ് വല്ലാതൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയുടെ മുഖഭാവം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ കാണേണ്ടതാണ്. അപ്പോഴേക്ക് ശ്രുതി ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ആഹാ, നീ എന്താടാ പറയുന്നത്? അമ്മ ഇവളുടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്ന്? അതെ, അല്ലേ പിന്നെ നീ മാപ്പ് ചോദിക്ക്. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും, എത്ര വലിയ ആളായാലും ഏത് വയസ്സിനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കുക തന്നെ വേണമെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട്. ശ്രുതി ഇവിടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്ന് ചോദിച്ചിട്ട് ശ്രുതിയും ദേഷ്യപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരാണ് അവിടെ മാപ്പ് ചോദിക്കേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം. എന്തായാലും ഭാമയ്ക്ക് നന്നായിട്ട് അറിയാം ചന്ദ്രമതി എന്തായാലും രേവതിയോട് മാപ്പ് ചോദിക്കാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ ഭാമ പോയിട്ട് പറയുന്നുണ്ട്, രവിയേട്ടാ, അത് രവിയേട്ടനോട് ചന്ദ്ര മാപ്പ് ചോദിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, അല്ല അതിന് എൻ്റെ സ്വർണം ആരും എടുത്തിട്ടില്ലല്ലോ, എൻ്റെ സ്വർണം ഇവിടെ മുക്കുമണ്ടോ ആക്കിയിട്ടും ഇല്ലെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി പറയുന്നുണ്ട്, ഭാമേ, ആര് തെറ്റ് ചെയ്താലും അതാദ്യം അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക, പിന്നീട് ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരാളും ചെയ്യേണ്ട ഒരു കാര്യം. അത് ആരാണോ മനസ്സിലാക്കുന്നത് അവർക്കാണ് ജീവിത വിജയം. പിന്നെ ഒരു കാര്യം, ഇവള് മാപ്പ് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ രവി തീർത്ത് ചോദിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ആരുടെ അടുത്തുമല്ല, ചന്ദ്രമതി നമ്മുടെ രേവതിയോട് മാപ്പ് ചോദിക്കുക തന്നെ വേണമെന്നാണ് നമ്മുടെ രവിയുടെ ഉറച്ച തീരുമാനം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. രവി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇവളോട് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഇവളുമായിട്ട് ഒരു കുടുംബജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇവള് രേവതിയോട് മാപ്പ് ചോദിക്കുക തന്നെ വേണമെന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആരൊക്കെ ഭാമ എത്ര എക്സ്ക്യൂസ് പറഞ്ഞിട്ടും രവി ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം, നമ്മുടെ ചന്ദ്രമതി രേവതിയോട് മാപ്പ് ചോദിക്കുവോ, രേവതിയെ അംഗീകരിക്കുവോ, തെറ്റെന്താണെന്ന് മനസ്സിലാക്കിയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് വേണ്ടവര് നമുക്ക് നെക്സ്റ്റ് എന്നൊന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ആയിട്ടോടി രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.